ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ചൈതന്യമനോഭീഷ്ടം സ്ഥപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോ വൈഷ്ണവം സാഗ്രജാതം സഹഗണനാഥാന്വിതം സജീവം സദ്വൈതം സവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांता वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. दाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने. नमस्ते सारस्वती देवे गौरवाणी प्रचारिणे विशेषशून्यवादी पाश्चात्यदेशधारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण. ഐഡിയ കുഴപ്പമില്ല. ഒരീത്ത പോലെ ഉണ്ടല്ലേ കാണാൻ. കയ്യിൽ പിടിച്ചോ, നല്ലത്. സമയം പോവും. കണ്ട അത് വീണ്ടുണ്ടോ ശബ്ദം വരുന്നോ? അത് ശബ്ദം ഇതിൽ ശരിയാണ്. പക്ഷെ അത് താന്ന് ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവത്ഗീത സ്വാഗതം. ഇന്ന് ഇവിടെ എനിക്ക്
ഭഗവത്ഗീത പറയാൻ ഇങ്ങനെ സേവയിലെ നമ്മുടെ ശിക്ഷാഗുരു സുസ്മിത മാതാജിക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഭക്തന്മാർക്കും എല്ലാവർക്കും അനുഗ്രഹം തന്നെ വേണം ഭഗവാനെ കുറിച്ച് പറയാം. അപ്പോൾ ഇവിടെ മാതാജിനെ പരമ്പരകളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോട് കൂടിയിട്ട് നമുക്ക് പറയാൻ ഞാൻ ശ്രമിക്കാമെന്ന് മാത്രം. ഓക്കെ, ഹരേ കൃഷ്ണ. ഇന്ന് ഏഴാമത്തെ ഭഗവത്ഗീത അധ്യായം 7 ജ്ഞാനവിജ്ഞാന യോഗം ശ്ലോകം നമ്മൾ പറയുന്നത്. ശ്ലോകം 16. ഭഗവത്ഗീത ഉള്ളവരൊക്കെ കയ്യിൽ വെച്ചു. കൃഷ്ണ. ചതുർവിധാ ഭജന്തെ മാം ജനാസുരർജുന ആർത്തോ ജിജ്ഞാസുരർത്താർത്ഥി ജ്ഞാനീ ച പരദർശകാം. ചതുർവിധാ ഭജന്തെ മാം ജനാസുരർജുന ആർത്തോ ജിജ്ഞാസുരർത്താർത്ഥി ജ്ഞാനീ ച പരദർശകാം. ഹരേ കൃഷ്ണ. വായിച്ചു സൂക്ഷിച്ചു പോണ്ടാണ് തട്ടാൻ. ചതുർവിധാ ഭജന്തെ മാം ജനാ സുഹൃദിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്താർത്ഥി ജ്ഞാനീ ച ഭരദർശഭ. ചതുർവിധാ ഭജന്തെ മാം ജനാ സുഹൃദിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്താർത്ഥി ജ്ഞാനീ ച ഭരദർശഭ. ചതുർവിധാ ഭജന്തെ മാം ജനാ സുഹൃദിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്താർത്ഥി ജ്ഞാനീ ച ഭരദർശഭ. ചതുർവിധാ ഭജന്തെ മാം ജനാ സുഹൃദിനോ അർജുന ആജ്ഞോ ജിജ്ഞാസുരർത്താർത്ഥി ചതുർവിധാ ഭജന്തെ മാം ജനാ സുഹൃദിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്താർത്ഥി ജ്ഞാനീ ച ഭരദർശഭ. ചതുർവിധാ ഭജന്തെ മാം ജനാ സുഹൃദിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്താർത്ഥി ജ്ഞാനീ ച ഭരദർശഭ. ചതുർവിധാ ഭജന്തെ മാം ജനാ സുഹൃദിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്താർത്ഥി ജ്ഞാനീ ച ഭരദർശഭ. ചതുർവിധാ ഭജന്തെ മാം ജനാ സുഹൃദിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്താർത്ഥി ജ്ഞാനീ ച ഭരദർശഭ. ചതുർവിധാ ഭജന്തെ മാം ജനാ സുഹൃദിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്താർത്ഥി ജ്ഞാനീ ച ഭരദർശഭ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം സ്വാമി ശരത്ജയ. ഹേ ഭരതകുലശ്രേഷ്ഠ, സുഹൃത്തുക്കളായ 4 കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത്. ദുഃഖിതർ, ധനകാംക്ഷി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. ഭാവാർത്ഥം അറിയണമായിരിക്കും.
മംഗളമായി ഉറക്ക വായിക്കാനുണ്ട് വായിക്കും. ശോഭ കേക്കില്ല. അത് വായിക്കുന്നുണ്ട് കേക്ക്. മീറ്റിംഗ് കഴിഞ്ഞ് പ്രസാദം കഴിക്കാൻ വന്നു. 1:30. ഓ ശരി. ഇവരിലുണ്ട് 4 വിഭാഗങ്ങൾ. ഇതൻ അർത്ഥാർത്ഥി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്നവൻ. ശുദ്ധ ഭക്തന്മാരല്ല ഇവർ. പല പല കാരണങ്ങളാലും ഭക്തിയുടെ സേവനത്തിന് വരുന്നവരാണിവർ. ഇവരാരും ശുദ്ധ ഭക്തരല്ല. ഭക്തിയുടെ സേവനത്തിന് പുറമെ അവർക്കും ചില ആഗ്രഹങ്ങളുണ്ട്. ശുദ്ധ ഭക്തി എന്നാൽ മറ്റ് ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ ഇല്ലാത്ത ഭക്തിയാണ്. ഭക്തിയുടെ സാമർത്ഥ്യമെന്തോ ഒന്നിൽ ഭക്തിയെ ഇപ്രകാരം നിർവചിക്കുന്നു. ബാക്കി മംഗളം. भगवत दिव्य पूज्य श्रीमती श्रीमती वेदांत स्वामी श्रीला प्रभुपाद की जय. जय श्रीला प्रभुपाद. ഭക്തി രസാമൃത സിന്ധു 1:11 ഭക്തിയെ ഇപ്രകാരം നിർവചിച്ചിരിക്കുന്നു. അന്യാഭിലാഷിതാശൂന്യം ജ്ഞാന കർമാദ്യ അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ. കാമ്യകർമ്മത്തിലൂടെയോ തത്വജ്ഞാനത്തിലൂടെയോ ഭൗതികമായ നേട്ടമുണ്ടാക്കാനുള്ള ആഗ്രഹം കൂടാതെ അനുകൂല ഭാവേന കൃഷ്ണനെ ദിവ്യപ്രേമത്തോടെ സേവിക്കണം. അതാണ് ഉത്തമ ഭക്തി. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിന് എത്തുന്ന ഈ 4 വിധ ഭക്തരും ഒരു ശുദ്ധ ഭക്തന്റെ സത്സംഗം ഉണ്ടായാൽ പരിശുദ്ധി നേടി പരമഭക്തരാകും. ദുഷ്കൃതികളെ സംബന്ധിച്ചിടത്തോളം ജീവിതം സ്വാർത്ഥമയവും സംയമരഹിതവും ആധ്യാത്മിക ലക്ഷ്യങ്ങൾ ഇല്ലാത്തതും ആകയാൽ അവർക്ക് ഭക്തിയുത സേവനം ദുഷ്കരമാണ്. എന്നാൽ അവരിൽ ചിലർ യാദൃശ്ചികമായി ശുദ്ധ ഭക്തനുമായുള്ള സമ്പർക്കത്താൽ ശുദ്ധ ഭക്തരായി തീരുന്നു. എല്ലായ്പ്പോഴും കാമ്യകർമ്മങ്ങളിൽ തിരക്കേറിയവർ ഭൗതിക ക്ലേശങ്ങളുടെ ഭഗവത് സന്നിധി പോകുമ്പോൾ വിശുദ്ധരായ മറ്റു ഭക്തന്മാരുമായി അവർക്ക് സഹവസിക്കാൻ അവസരം കിട്ടുകയും തന്മൂലം അവർ ശുദ്ധ ഭക്തരായി തീരുകയും ചെയ്യും. ഭൗതിക ലോകത്തിൽ നിന്ന് നിരാശ മാത്രം ലഭിച്ചിട്ടുള്ള വ്യക്തികളിൽ ചിലപ്പോൾ ശുദ്ധ ഭക്തന്മാരുമായി ബന്ധപ്പെടാൻ വരുന്നു. അപ്രകാരം അവരെ ഭഗവത് തത്വം ഗ്രഹിക്കാനുള്ള ജിജ്ഞാസ ഉദിക്കുന്നു. ഇതേപോലെ എല്ലാ ജ്ഞാനമണ്ഡലങ്ങളിലും പരാജയം സംഭവിക്കുമ്പോൾ ശുഷ്ക ദർശനികർ ഭഗവത് ജ്ഞാനത്തിനു വേണ്ടി ഉത്കണ്ഠാകുലരായി ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നു. ഭഗവാന്റെയോ മഹാഭാഗവതന്മാരുടെയോ കാരുണ്യത്താൽ അവ്യക്തിഗത ബ്രഹ്മജ്ഞാനത്തെയോ സ്ഥാനീയ പരമജ്ഞാനത്തെയോ അതിക്രമിച്ച് വ്യക്തിഗതനായ ഭഗവാനെ കുറിച്ച് അറിയുന്നു. ചുരുക്കി പറഞ്ഞാൽ ദുഃഖിതരും ജിജ്ഞാസുകളും ധനകാംക്ഷികളും ജ്ഞാന അന്വേഷികളുമെല്ലാം ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്ന് വിമുക്തരായി പ്രാപഞ്ചികങ്ങളായ നേട്ടങ്ങൾ ആധ്യാത്മിക ഉന്നതിയുമായി ഒരു തരത്തിലും ബന്ധപ്പെട്ടവല്ലെന്ന സത്യം മനസ്സിലാക്കുമ്പോൾ ശുദ്ധഭക്തരായി മാറുകയും ചെയ്യും. ആ വിശുദ്ധ അവസ്ഥയിൽ എത്തുന്നത് വരെ അതീന്ദ്രിയമായ ഭഗവത് സേവനം അനുഷ്ഠിക്കുന്നവർ കാമ്യകർമ്മങ്ങളിലൂടെയും ഭൗതിക ജ്ഞാനകാംക്ഷയുടെയും ദൂഷിത വലയത്തിൽ പെട്ടിരിക്കുകയേ ഉള്ളൂ. ഇവയെ അതിക്രമിച്ച് വേണം ഒരാൾക്ക് വിശുദ്ധ ഭക്തിപരമായ സേവനത്തിൽ ഏർപ്പെടാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവരും ദാമോദരമാസത്തിന്റെ ഉത്സവത്തിന്റെ തിരുവത്തിലാണ്. ഞാനും അങ്ങനെയാണ്, അതുകൊണ്ട് ഒന്നും തൊഴിലായിട്ടില്ല. ഇന്ന് രാവിലെ ഒരു അമ്പലത്തിലെ സേവനായിട്ട് നല്ല അറിയാണ്. അപ്പോൾ നോക്കാം നമുക്ക്. ജ്ഞാന യോഗം 7ാമത്തെ അധ്യായത്തിൽ നമുക്ക് 16 നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന്. അപ്പൊ അതിനേക്കാൾ തൊട്ട് മുന്നേ നമുക്ക് ഭഗവാൻ എന്താണ് പറയണം നോക്കാം. ഇവിടെ ആരെയാണ് പറയുന്നത്? ഭരത കുലശ്രേഷ്ഠ സുഹൃത്തുക്കളായ 4 കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത്. ദുഃഖിതൻ, ധനകാംക്ഷി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. ഇവിടെ സുഹൃത്തുക്കളെ കുറിച്ചിട്ടാണ് പറയുന്നത് എങ്കില് തൊട്ട മുന്നിൽ ആരെ കുറിച്ചിട്ടാണ് പറഞ്ഞു പോയത്? നമ്മൾ ഒരു ശ്ലോകം എടുക്കുമ്പോൾ തൊട്ട മുന്നിൽ പറഞ്ഞു കൊടുക്കും
അതിനപ്പുറത്ത് അത് കണക്ട് ചെയ്തിട്ട് പറയുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ റെഗുലറായിട്ട് കണ്ടിന്യൂ ചെയ്യണം കുഴപ്പമില്ല. നമ്മൾ പെട്ടെന്ന് ഒരു ശ്ലോകം മാത്രം നോക്കുമ്പോൾ അതിന് തൊട്ട് മുന്നിലേക്ക് അല്ലെങ്കിൽ ആ അധ്യായത്തിനെ കുറിച്ചും കൂടി പറയുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റ് ആവുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കൂടെ ഭഗവാനെ ആരാധനയിൽ വരുന്നവരാരൊക്കെ വരാത്തവരാരൊക്കെ നമുക്കറിയാലേ. ആരൊക്കെ ഭഗവാന്റെ സത്സംഗത്തിന് വരും, ആരൊക്കെ ഭഗവാന്റെ ജപത്തിലേക്കൊക്കെ വരും എന്നുള്ളത് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് അതിന് യോഗ്യത ഉള്ളവരെ, യോഗ്യത ഇല്ലാത്തവരാരൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? 4 ചതുർവിധ ഭജന്തേ മാം, എന്നെ ഭജിക്കുന്നവരെ, എന്റെ ആരാധന വരുന്നവരെ 4 തരത്തിലുള്ളവരാണ്. ആരാണ് ആ ജനങ്ങള്? അവരാരാണ്? സുഹൃത്തികളാണ്. 4 തരം സുഹൃത്തികളാണ് ഭഗവാനെ ഭജിക്കാൻ വരുന്നവരെന്നാണ് പറയുന്നത്. അതാരൊക്കെയാണ്? ദുഃഖിത, ധനകാംക്ഷി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. അപ്പൊ അതിന്റെ തൊട്ട് മുന്നേ ഭഗവാൻ പറഞ്ഞു 4 തരം ദുഷ്കൃതികളെ എന്നെ എന്താണ് സമീപിക്കുകയില്ല, ഭഗവാന്റെ ആരാധനയിൽ വരുന്നേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞോട്ടോ മതി, അത് പറഞ്ഞു. അതും കൂടി പറഞ്ഞത് തൊട്ട് മുന്നിട്ടും കൂടി നമുക്ക് പറഞ്ഞാലാണ് ഇതിന് ഒരു പ്രബലത വരുള്ളൂ. അപ്പൊ അതാരാണെന്ന് പറഞ്ഞത്? ശുദ്ധ മൂഢന്മാര്, മൂഢജനങ്ങള്, പിന്നെ നരാധമന്മാര്, മായാമോഹിതരായ ഊഹാപോഹികൾ, തികഞ്ഞ നിരീശ്വരവാദികൾ എന്നിവർ. അവരെന്തുകൊണ്ടാണ് വരാത്തത്? ശാസ്ത്രാനുസൃതവും ആധികാരികവുമായ ഉപദേശങ്ങൾ നൽകിയാലും ഒരിക്കലും പരമപുരുഷന്റെ പാദകമലങ്ങളിൽ അഭയം പ്രാപിക്കുകയില്ല. അപ്പൊ ആരൊക്കെ ഭഗവാന് അഭയം പ്രാപിക്കില്ല, ശരണം പ്രാപിക്കില്ല? ആരൊക്കെയാണ്? ശുദ്ധ മൂഢന്മാര്, പിന്നെന്താണ്? നരാധമന്മാര്, മായാമോഹിതരായ ഊഹാമോഹികൾ, തികഞ്ഞ നിരീശ്വരവാദികൾ. പിന്നെന്തുകൊണ്ടാണ് അനുസരിക്കാത്തത് ഭഗവാനെ? അവർക്ക് ശാസ്ത്രം അനുസരിക്കും ചെയ്യില്ല. പിന്നെന്താണ്? ആധികാരികങ്ങളുമായ ഉപദേശങ്ങളെ എത്ര നൽകിയാലും ഒരിക്കലും പരമപുരുഷന്റെ, അവര് മറ്റ് ആരാധനയിലൊക്കെ പോകും, പക്ഷെ ഭഗവാൻ വിഷ്ണുവിന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ പാദകമലങ്ങളെ ശരണം പ്രാപിക്കുന്നു. ഇതാണ് ഭഗവാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ്? ആരാണ് സമീപിക്കുന്നവര്? സുഹൃത്തികളായിട്ടുള്ള 4 കൂട്ടര്. അപ്പൊ ഭക്തിയില് നമ്മളിപ്പോ ഭജിക്കണമെങ്കിൽ, കൃഷ്ണ ഭക്തിയിൽ വരണമെങ്കിൽ എന്ത് വേണം? സുഹൃത്തികളാവണം. അപ്പൊ 4 തരം സുഹൃത്തികൾ നമ്മളെ എന്താണ് അറിയാവുന്നതെന്ന് വെച്ചാല് ഭക്ത ഉന്മുഖ സുഹൃത്തി, പിന്നെന്താണ്? വൈഷ്ണവ സുഹൃത്തം, അജ്ഞാത സുഹൃത്തം. ഇങ്ങനൊക്കെ ഒരു നമ്മള് ഭക്തിയുത സേവനങ്ങളിൽ മുന്നേ ചെയ്ത് ഭഗവാനോട് താല്പര്യം നമ്മുടെ ഉള്ളിൽ കെടുക്കുന്നുള്ളവർക്ക് മാത്രമാണ് ഈ ഭക്തിയില് സുഹൃതം. അതാണ് സുഹൃതം. അജ്ഞാത സുഹൃതം, ഭക്തി ഉന്മുഖ സുഹൃതം, പിന്നെ വൈഷ്ണവ സുഹൃതം. ഇതൊക്കെ നമ്മളിൽ ഉണ്ടായാൽ മാത്രമാണ് ഈ ഭഗവാന്റെ ആ പാദകമലങ്ങളെ ആശ്രയിക്കുക, അനുസരിക്കുക, അംഗീകരിക്കുക. അപ്പൊ ഈ ദുഃഖം എന്ന് പറയുന്നത്, അതേപോലെ ധനകാംക്ഷി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി, ഇവരും ഈ ദുഷ്കൃതികളിലും ഉണ്ട്. ഈ പറയുന്ന ദുഃഖിതരും ഈ ഭഗവാന്റെ ഭക്തിയുത സേവനങ്ങളിൽ ഭഗവാനെ ഭജിക്കാൻ വരാത്തവരിലും എന്തൊക്കെയുണ്ട്? അവരും ദുഃഖിതരുണ്ട്, ധനകാംക്ഷകളുണ്ട്. പക്ഷെ എന്താണ്? അവർക്ക് സുഹൃതം ചെയ്തിട്ടില്ല. സുഹൃതം ചെയ്താൽ മാത്രമാണ് ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. അവര് ഭഗവാന്റെ ഭഗവത്ഗീത ശാസ്ത്രം കേൾക്കാനോ ഭജിക്കാനോ വരാത്തത് എന്തുകൊണ്ടാണ്? സുഹൃത്തമില്ലാത്തത് കൊണ്ട്. അതാണ് നമ്മള് ഈ ദാമോദര മാസത്തിലെ ഒരു സുഹൃത്തം, അജ്ഞാത സുഹൃത്തം അവരല്ലേ അത്രയും മാസങ്ങള് ഒന്നും ചെയ്തില്ലെങ്കിലും എന്താണ്? ആ ദീപം ഒന്ന് കത്തിക്കൂന്ന് പറഞ്ഞ് നമ്മള് വൈഷ്ണവര് ആ കൃപ കൊടുക്കുന്നത്. അതാണ് വൈഷ്ണവ കൃപ നമ്മൾ കൊടുക്കണല്ലേ. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഭക്തിയുത സേവനങ്ങളില് നമ്മൾ കൊടുക്കുന്ന അങ്ങനെയുള്ള ഒരു സുഹൃത്തം എപ്പോഴെങ്കിലും ചെയ്താൽ മാത്രമാണ് ഈ ഭക്തിയുത സേവന സത്സംഗത്തിലേക്ക് വരിക, നാമം ജപിക്കുക. ഭഗവാന്റെ നാമരൂപ ഗുണ ലീലകളിലൊക്കെ കേൾക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സുഹൃത്തം ഭക്തിയുത സേവനം മുന്നേ ചെയ്യണം.
അല്ലാത്തവർക്കൊന്നും അതാണ് സുഹൃത്തികൾക്ക്. മറ്റേതൊക്കെയാണ് ദുഷ്കൃതികൾക്ക്. ഇതിലൊന്നും ആ ദുഷ്കൃതികളായിട്ടുള്ളവർക്കും ദുഃഖങ്ങളുണ്ട്. പക്ഷെ അവര് വരില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ടുന്ന സുഹൃതമില്ലാത്തതുകൊണ്ട്. അതാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഭരതകുലശ്രേഷ്ഠർ സുഹൃത്തികളായ 4 കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത്. ദുഃഖിതർ, ധനകാംക്ഷി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. ദുഷ്കൃതികളെ പ്രാവർത്തനം നമുക്ക് നോക്കാം. ദുഷ്കൃതികളെ പോലെ അല്ലാത്തവരും ശാസ്ത്രാനുസാരമായ വിധികൾ പാലിക്കുന്നവരുമായ മനുഷ്യരുണ്ട്. ദുഷ്കൃതികളെ പോലെ അല്ലാത്തവരും ശാസ്ത്രാനുസാരമായ വിധികൾ പാലിക്കുന്നവരുമായ മനുഷ്യരുണ്ട്. ഇവരെ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നു. ഇവരെ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നു. ധാർമ്മികവും നൈതികവും സാമൂഹികവുമായ നിയമങ്ങൾ അനുസരിക്കുന്ന ഈ കൂട്ടർ പ്രായേണ ഭഗവത് ഭക്തരാണ്. അപ്പൊ ഭഗവാന്റെ ശാസ്ത്രങ്ങളെ അംഗീകരിക്കും വേണം. പിന്നെന്താണ്? ഭഗവാനെ അനുസരിക്കും വേണം. അതാണ് ആധികാരികമായിട്ടുള്ള ഉപദേശങ്ങളെ അവർ നൽകിയാല് നമ്മളെന്താണ് ഇതേപോലെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? എല്ലാ ദുഃഖങ്ങളും അനുഭവിച്ച ആരുമില്ല. പലതരത്തിൽ നമുക്ക് ദുഃഖങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ശാരീരികമായിട്ടുള്ളത്, മാനസികമായിട്ടുള്ളത്, ധനം, തൻ, മൻ, ധൻ. ഈ 3 ദുഃഖങ്ങളിലൂടെ അല്ലെ എല്ലാവരും പോകുന്നില്ലേ? അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ദുഃഖങ്ങള്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളത്, അല്ലെങ്കിൽ സാമ്പത്തികം, അല്ലേ? ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരുപാട് കാലം കഴിയുമ്പോ മനസ്സിലാവും എന്താണ് ഇവിടെ ആരും നമുക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നു, ജോലി കിട്ടി, ജോലിയിലും അത് നിലനിൽപ്പില്ലാണ്ടാവുക, അങ്ങനെ ഒരുപാട് ദുഃഖങ്ങള്, വേണ്ടുന്ന മറ്റ് ബന്ധുജനങ്ങൾ കയ്യിൽ എവിടെയെങ്കിലൊക്കെ നമ്മൾ കുറെ ഭൗതികമായിട്ടുള്ള പ്രതീക്ഷകളൊന്നും സാഫല്യമാകാണ്ട് വരുമ്പോ അല്ലെ, എല്ലാറ്റിലും നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ, ഭൗതിക പ്രതീക്ഷകൾ വെച്ച് പുലർത്തി മുന്നോട്ട് പോകുമ്പോ അവിടെ എന്താണ് മനസ്സിലാവും കുറെ കഴിയുമ്പോ. അപ്പൊ അങ്ങനെ ആ ദുഃഖത്തിലാകുമ്പോ നമുക്ക് അതിനെ ഏറ്റവും ഉദാഹരണം പറയാൻ പറ്റുന്നത് ഗജേന്ദ്രൻ അല്ലെ. നല്ല ആരോഗ്യമുള്ള സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു, ഒരുപാട് കൂട്ടുകാരന്മാരും ഭാര്യ, സുഹൃത്തുക്കള്, മക്കള് എല്ലാവരും ഉണ്ടായിരുന്നു. അവസാനം ഒരു അവസ്ഥ വന്നേപ്പോലെ ആ അവസ്ഥയിൽ നിന്ന് കുറച്ചു കാലമൊക്കെ എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും പോയി. എത്രയോ കാലം അതിൽ തന്നെ മുങ്ങി കിടക്കുന്നു വേദന. അത് പറയണത് എന്താ വെച്ചാൽ എത്രയോ 10,000-ഓളം വർഷങ്ങളോളം ആ സംസാര സാഗരം, ആ ദുഃഖ സമുദ്രത്തിലെ ആഴത്തിലേക്ക് മുങ്ങി പോവാണ്. അതേപോലത്തെ ഇനി ഇവിടെ നമുക്ക് ഇനി ഒരു ഗതിയും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തുമ്പോ ശരണം, ഇനി ആരോ ഉണ്ട് നമ്മളെ രക്ഷിക്കാനുണ്ട് എന്നുള്ള ആ ഒരു ശരണത്തിലേക്ക് വരണ്ടേ. അത് വരണമെങ്കിൽ ഭഗവാനെ ആശ്രയിക്കണമെങ്കിൽ ഇതൊക്കെ മറ്റേ ദുഷ്കൃതികളിലുണ്ട് ഈ അവസ്ഥ. പക്ഷെ അവര് വരുന്നില്ല. എന്തുകൊണ്ടാണ്? സുഹൃത്തം ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ആ നമ്മുടെ ഗജേന്ദ്രന് ഇന്ദ്രജിന്റെ മഹാരാജാവായിരുന്നു, നല്ല ഭക്തി ചെയ്തിരുന്ന ആളായിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ഒരു മുൻ ജന്മത്തില് ഒരു അജ്ഞാത സുഹൃത്തം അല്ലെങ്കിൽ എന്താണ് ഭക്തി ഉന്മുഖ സുഹൃത്തം ചെയ്യണം, വൈഷ്ണവ സുഹൃത്തം. ഇതൊക്കെ എങ്ങനെയും ജീവിതത്തിൽ എപ്പോഴേലും ചെയ്താല് ആ അനുഗ്രഹം നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നത്. ഇനി ശരണം ഭഗവാനെ തന്നെ എന്ന് വിചാരിച്ചിട്ട് പോകണ്ടേ. എത്രയോ ആൾക്കാർ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒന്ന് ജപിക്കുകയോ ഒന്ന് സത്സംഗത്തിലേക്ക് വരാൻ പറഞ്ഞാൽ ആരെയും കേൾക്കുന്നുണ്ടോ? 1000 പേരില് വെറും 10 പേര് അല്ലെങ്കിൽ 50 പേരെന്ന് പറയണ പോലെ ഉള്ളോ അല്ലെ. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചു? അവർക്ക് ദുഃഖങ്ങളില്ലാണ്ടാണോ? സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തവരാണോ? ഇതൊന്നുമല്ല. പക്ഷെ അവര് വരുന്നില്ല അല്ലെ. എത്ര വിളിച്ചാലും ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. എന്താണ്? ദുഷ്കൃതികളായിട്ടുള്ളവരുമുണ്ട്, സുഹൃത്തികളായിട്ടുള്ളവരുണ്ട്. അപ്പൊ സുഹൃത്തികൾക്ക് മാത്രമാണ് എന്നെ ഭജിക്കാൻ വരാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. ധാർമ്മികവും നൈതികവും സാമൂഹികവുമായ നിയമങ്ങൾ അനുസരിക്കുന്ന പ്രായേണ ഭഗവത് ഭക്തരാണ്. ഇവരിലുണ്ട് 4 വിഭാഗങ്ങൾ: ദുഃഖിതർ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്നവർ. പക്ഷെ ഇങ്ങനെ വന്നാലും സുഹൃത്തികൾ ഭഗവാനെ അടുത്തേക്ക് ശരണം പ്രാപിച്ചു വരുന്നു. പക്ഷെ അവരുടെ ഭൗതിക മോഹങ്ങളൊന്നും മാറിയിട്ടില്ല.
സുഹൃത്തുക്കൾ മാത്രമാവണുള്ളൂ അവര്, അല്ലേ? ഒരു സുഹൃത്തം ചെയ്തുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് വന്നു, ഭഗവാന്റെ ഭജനയിൽ വന്നു, ഭഗവാന്റെ സത്സംഗത്തിലേക്ക് വന്നു, അത്ര മാത്രമായിട്ടുള്ളൂ. പക്ഷെ അവര് ശുദ്ധ ഭക്തരായിട്ടില്ല, അവര് ഭക്തരായിട്ടില്ല. ഭഗവാൻ ഭക്തരായി എന്നല്ല പറയുന്നത്. ഈ ദുഃഖവും ധനകാംക്ഷയും ജിജ്ഞാസും പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനിയും എന്തായിട്ടില്ല? ശുദ്ധ ഭക്തരായിട്ടില്ല. അവർക്ക് എന്താണ് ശുദ്ധ ഭക്തി എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഇവ പല പല കാരണങ്ങളാലും ഭക്തിയുടെ സേവനത്തിന് വരുന്നവരാണ് ഇവരാരും ശുദ്ധ ഭക്തരല്ല. അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് വന്നു എന്ന് വെച്ചിട്ട് ഭക്തരായിട്ടില്ല. ആ വരാനുള്ള കാരണം സുഹൃത്തം കൊണ്ടാണ്. മുൻജന്മത്തിലെ നമുക്ക് മുൻജന്മത്തിലത്തെ ആ ഒരു ഭക്തിയുടെ സേവനം കൊണ്ടോ അല്ലെങ്കിൽ അജ്ഞാത സുഹൃത്തം കൊണ്ടോ ഒക്കെ നമുക്ക് ഭക്തിയിലെ ഈ സത്സംഗത്തിലേക്ക് വരാനൊരു താല്പര്യം വന്നു, അല്ലെ? അങ്ങനെ എന്റെ അടുത്തേക്ക് വരുന്നു. പക്ഷെ അവര് ശുദ്ധ ഭക്തരായിട്ടില്ല. അവർക്ക് ഒരുപാട് മോഹങ്ങളുണ്ട്. അപ്പൊ ആ മോഹങ്ങൾ, ആ ദുഃഖങ്ങൾ നിവർത്തിക്കണം. ദുഃഖങ്ങൾക്കൊരു പരിഹാരം കിട്ടും എന്നുള്ള പ്രതീക്ഷയില്, അല്ലെ? ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ വന്നിട്ടുള്ളത്. എന്റെ ദുഃഖത്തിന് ഒരു ശമനം കിട്ടണം, സാമ്പത്തികമായിട്ട് എന്റെ പരിഹാരം കിട്ടണം, അല്ലെ? അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ ഭക്തിയുടെ സേവനത്തിന് പുറമെ അവർക്ക് ചില ആഗ്രഹങ്ങളുണ്ട്. ഇതിനെ പറയുന്നുണ്ട് കൃത്യമായിട്ട്. ശുദ്ധ ഭക്തി എന്നാൽ മറ്റ് ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ ഇല്ലാത്ത ഭക്തിയാണ്. അപ്പൊ ഭഗവാനും ഗുരു നമുക്ക് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഭക്തി എന്നുള്ളത്. ശുദ്ധ ഭക്തരായിട്ടില്ല. സുഹൃത്തികളായാലും ഭക്തരായിട്ടില്ല അവര്. ഭക്തരെപ്പോഴാണ് വരുന്നത്? ഒരു ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് ശരിയായ ഭക്തി. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി. ആ അവസ്ഥയാണ്, ആ അവസ്ഥയിലേക്ക് എത്തണം. അതാണ് ഭക്തിയുടെ ലക്ഷണം. ഇതാ ഭക്തി രസാമൃത സിന്ധു 1:11 ഭക്തിയെ ഇപ്രകാരം നിർവചിക്കുന്നു. അന്യാഭിലാഷിത ശൂന്യം ജ്ഞാന കർമാദി അനാവൃതം ആനുകൂലേന കൃഷ്ണാനുശീലനം ഭക്തി ഉത്തമ. അന്യാഭിലാഷ ശൂന്യമാകണം. ഒരു അഭിലാഷവും വേണ്ട. ഭൗതിക, അതാണ് ആ സത്യത്തെ നമ്മള് ബോധ്യപ്പെടണം. ഇവിടുത്തെ അവസ്ഥ ബോധ്യപ്പെടണം. ഈ ദുഃഖത്തിലൂടെയും ധന കാംക്ഷയായിട്ടും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുന്നിടത്താണ് എന്ത് വളരുന്നത്? ശരിയായ ഭക്തി. ആഗ്രഹങ്ങളും ദുഃഖങ്ങളും അവസാനിക്കുന്നിടത്താണ് ശരിയായ ഭക്തിയുടെ സ്റ്റാർട്ടിങ്. എങ്ങനെയുണ്ട്? നമ്മളൊന്ന് ആത്മപരിശോധന, അത് എവിടെ പോയാലും കിട്ടില്ല. സ്വയം ആത്മപരിശോധന നടത്താൻ നമുക്ക് എന്തെങ്കിലും തരത്തില് ആഗ്രഹങ്ങളുണ്ടോ ദുഃഖങ്ങളുണ്ടോ എന്നുള്ളത്. ഭഗവാനും എന്താണ് ഭക്തിരസാമൃത സിന്ധു നമ്മുടെ രൂപഗോസ്വാമി. അപ്പൊ എന്തായാലും നമ്മളൊക്കെ സുഹൃത്തുക്കളാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. പിന്നെ എന്താണ് ഭക്തി എന്ന് പറഞ്ഞു? ശുദ്ധ ഭക്തി എന്താന്ന് പറഞ്ഞു, അല്ലെ? അന്യാഭിലാഷിത ശൂന്യം ജ്ഞാന കർമാദി അനാവൃതം ആനുകൂലേന കൃഷ്ണാനുശീലനം. കൃഷ്ണന് വേണ്ടി, കൃഷ്ണന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട്. അതാണ് ഭക്തി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും, അല്ലേ? അവിടെ കണ്ടീഷണൽ ലവാണ് ഇപ്പൊ ഭഗവാനോട്, അല്ലെ? ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് അമ്പലത്തിൽ പോണത്, അല്ലെ? അവിടെ ഒരു പഴം അർപ്പിക്കുന്നെങ്കിലും ഒരു പൂവ് അർപ്പിക്കാൻ, കൃഷ്ണ എന്റെ കാര്യമൊക്കെ നോക്കിക്കോളൂ, അതാണ് ഇതാണ് നമ്മൾ പറയില്ലേ? അവിടെ ഒരു കണ്ടീഷൻ, ചെറിയതായിട്ടൊരു കണ്ടീഷണൽ ലവാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോ, അല്ലെ? എന്ത് നമ്മൾ കൊടുക്കുമ്പോഴും കൃഷ്ണ ഇതിനൊക്കെ പകരം എന്തെങ്കിലും എനിക്കും തന്നോളോട്ടാന്നുള്ള ഒരു ഭാവം ഉള്ളിന്റെ ഉള്ളിലുണ്ട്, ഇല്ലേ? ഉണ്ട്. അതങ്ങനെ അവിടെ കെടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതാണ് പറയുന്നത്, ഒരു അന്യ അഭിലാഷം, ഒരു കൃഷ്ണന്റെ സംതൃപ്തിക്ക്. എങ്ങനെയുണ്ട്? ആ തലത്തിൽ ഉദാഹരിക്കാൻ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എന്താണുള്ളത്? ഒന്നും ഒരു കണ്ടീഷണലും അല്ലാത്തൊരു ലവ് നമുക്ക് ഇവിടെ എവിടെയാണ് കാണിച്ചു തരാൻ പറ്റുക? പറയൂ. കണ്ടീഷണൽ അല്ലാത്തത് അമ്മയും കുഞ്ഞും. ആ ബോധം ഉദിക്കുന്ന വരെയുള്ള കുഞ്ഞിന്റെ കാര്യമാണ് പറയുന്നത്. അതിങ്ങനെ ബോധത്തോടു കൂടി വളർന്ന ആ വളർച്ച നമുക്കറിയാലോ. ഒരു 4 ഇപ്പോഴത്തെ കുട്ടികള് ഭയങ്കര 3 വയസ്സാകുമ്പോഴേക്കൊക്കെ നല്ല ബ്രില്യന്റ് കുട്ടികളാണ്. അപ്പൊ ആ ഒരു വയസ്സ് 1.5 വയസ്സ്, അല്ലെ? നമ്മളെ ഡിപ്പെൻഡ് ചെയ്യണ്ടേ. അപ്പൊ ആ ഡിപ്പെൻഡ് ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അവർ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ അവിടെ പിന്നെ കണ്ടീഷൻ വരുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു
നമുക്ക് കാണിക്കാൻ പറ്റും ഇല്ലേ? അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കണം. പിന്നെ പിന്നെ നമുക്ക് പ്രതീക്ഷ വരും. അങ്ങനെ ആകെ പിന്നെ പ്രശ്നങ്ങളല്ലേ. ആ അമ്മയും കുഞ്ഞും അത്രയും സ്നേഹത്തോടുകൂടി അത്രയും ഒരു നിമിഷം പോലും തന്റെ കുഞ്ഞെന്ന് പറഞ്ഞിരുന്ന അമ്മയ്ക്കും ആ മകനും ഒക്കെ വ്യത്യാസങ്ങൾ വരുമ്പോഴായിരുന്നു. അതാണ് ഇവിടുത്തെ അവസ്ഥ. കംപ്ലീറ്റ് ബോധ്യമായി ഞാൻ ശോചതി ഞാൻ കാംക്ഷതി എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തണം. അതാണ് നമ്മുടെ ഗജേന്ദ്രനെയാണ് ആ ആനേനെയാണ് നമുക്ക് കൃത്യമായിട്ട് അതിനെ ഉദാഹരിക്കാം. ദുഃഖങ്ങളിൽ അകപ്പെട്ടിട്ട് ഒരു സുഹൃത്തുക്കളും ആരും ഇല്ലായില്ല അല്ലെ. പിന്നെ അവസാന കാലത്ത് രക്ഷിക്കാൻ ആരെ കൊണ്ടും സാധ്യമല്ല എന്നുള്ള ബോധ്യം വന്നതോട് കൂടിയിട്ടാണ് അവിടെ എന്ത് തുടങ്ങി? ഭക്തിയുടെ സേവനം തുടങ്ങി. ആ പൂവ് സമർപ്പിച്ചോടുകൂടി എന്താ വന്നോടെ? അതാണ് ആ ഭക്തി ഉടലെടുത്തോടെ. അപ്പൊ ആ സ്മരണ വന്നു മുൻ ജന്മത്തിന്റെ. അപ്പൊ അതേപോലെ നമ്മുടെ എല്ലാവരും ഭക്തർ തന്നെയാണ്. പക്ഷെ ഇതേപോലെ ആ മറ്റ് ആരാധനയിലേക്കൊക്കെ പോകാം. പക്ഷെ എന്താണ് കൃഷ്ണഭക്തി എന്ന് പറയുന്നത്? എത്രയോ കോടി ജന്മസുഹൃതം ചെയ്താലാണ് കൃഷ്ണഭക്തി ചെയ്യാൻ, കൃഷ്ണനെ സമീപിക്കാം. പക്ഷെ അതില് സേവനം ചെയ്ത് നമുക്ക് മുന്നേറണമെങ്കിൽ ആ ഒരു തലത്തിലേക്ക് എത്തണമെങ്കിൽ ഇതേപോലെ എവിടെയാണോ ആഗ്രഹങ്ങൾ അവസാനിക്കുന്നത്, എവിടെയാണോ ദുഃഖങ്ങൾ ഇല്ലാത്ത ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിക്കിടണം. അപ്പൊ സുഹൃത്തുക്കള് ആയതുകൊണ്ട് തന്നെ ഭഗവാന്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. പക്ഷെ ഇവർക്ക് എന്തായി മാറാൻ ചാൻസ് ഉണ്ട്? ഭക്തനായി മാറാം. ഇവർക്ക് സുഹൃത്തുക്കൾക്ക് എന്താണ്? ഭക്തനായിട്ട് മാറാൻ ഭഗവാൻ പറയണ ഈ തലത്തിലേക്ക് ഭഗവാൻ നമ്മളെ എത്തിക്കും. ഇനി ഒന്ന് സമീപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ ആളുടെ പ്രവർത്തനങ്ങളാണ് പിന്നെ നടക്കുക അല്ലെ. ആ ജപിച്ചു തുടങ്ങിയാൽ തന്നെ നമ്മൾ എന്തായി മാറിക്കഴിഞ്ഞു അല്ലേ? നമുക്കറിയാം മാറ്റം, ആ മാറ്റം, അതിന് മുന്നത്തെ മാറ്റം എല്ലാം നമുക്ക് അറിയാം കൃത്യമായിട്ട്. അത് ആ ഒരു സാധനാ ഭക്തി നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിന് മുന്നത്തെ അവസ്ഥയിൽ നിന്ന് എത്രത്തോളം മാറി എന്നുള്ളത് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതാണ് പറയുന്നത്, ഒരു സുഹൃത്തുക്കൾക്ക് ഭക്തനായിട്ട് മാറാം. അപ്പൊ ഭക്തിയുടെ ലക്ഷണം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എന്താണ്? അന്യാഭിലാഷിക ശൂന്യം. പിന്നെന്താ? ആനുകൂല്യന് കൃഷ്ണാനുശീലം. കൃഷ്ണന് ഇഷ്ടമുള്ള തരത്തില് കൃഷ്ണന്റെ സംതൃപ്തി. എന്തുകൊണ്ടാണ്? കൃഷ്ണനെ എന്തിനാണ് നമ്മൾ സംതൃപ്തരാക്കുന്നത്? കൃഷ്ണൻ പൂർണ്ണനാണ്. പിന്നെ എന്തിനാണ് നമ്മള് ആ കൃഷ്ണനെ സംതൃപ്തനാക്കേണ്ട ആവശ്യമുണ്ടോ? ചിന്തിക്കൂ. കൃഷ്ണൻ സ്വരാടാണ് അല്ലെ. ആനന്ദത്തിന്റെ മൂർത്തിയായിട്ടിരിക്കുന്ന ആ ഭഗവാന് സ്പെഷ്യലായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ട ആവശ്യം? എന്തിനാണത്? കൃഷ്ണന്റെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്താലാണ് നമ്മളില് മാറ്റം ഉണ്ടാവുക. ആ ആനന്ദ സത്ത് ചിത്ത് ആനന്ദത്തിനോട് കൂടി നമ്മൾ യോജിക്കുമ്പോ, യോഗം ചെയ്യുമ്പോ, ആ ഭഗവാന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോ അതിൽ നിന്ന് നമുക്കും കിട്ടണം എന്ത്? ആനന്ദവും ജ്ഞാനവും ഒക്കെ നമ്മളിലും വരുന്നു. ആ അതിന്റെ പൂർണ്ണതയിൽ ഇരിക്കുന്ന ആളുമായിട്ടാണ് അല്ലെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കുന്ന പോലെ ആ ഗുണം അത് എല്ലാതും നമ്മളിലേക്ക് ഉള്ളിലുണ്ടെങ്കിലും കൂടി അത് പുറത്ത് കൊണ്ടുവരുത്തുന്നത് ഇതുകൊണ്ടാണ്, ഭഗവാനുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്. അപ്പോഴാണ് എന്തുണ്ടാവുന്നത് അറിയൂ? അതുകൊണ്ടാണ് പറയുന്നത് കൃഷ്ണാനുശീലനം. ആ കൃഷ്ണന് വേണ്ടി തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പോ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്, ഇനി ഭഗവാന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഭഗവാൻ പറയുന്നത് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയെ പ്രയച്ചത്. ഭഗവാൻ ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഒരു പത്രം, ഒരു പുഷ്പം അല്ലെ, ഇതൊക്കെ സമർപ്പിക്കാൻ പറയേണ്ട ആവശ്യം എന്താണ്? അത് ചിന്തിക്കൂ. എന്തിനാണ്? നമ്മളെ ഇവിടെ നിന്ന് ശുദ്ധരാക്കിയിട്ട് നമ്മൾക്ക് ആ ഭക്തിയുടെ സേവനം ചെയ്താലാണ് ഈ സുഖത്തിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് മാറണം? ശുദ്ധ ഭക്തരായി മാറിയിട്ട് ഇതിൽ നിന്നുള്ള മോചനം കിട്ടുള്ളൂ. ഇത് വീണ്ടും ബന്ധനത്തിലായിട്ട് നമ്മളും ദുഷ്കൃതികളായിട്ട് മാറും. പിന്നെ ആ ആഴക്കടലിൽ തന്നെ നമ്മൾ കിടക്കും. അപ്പൊ ഇതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ഭഗവാൻ സമർപ്പിച്ചിട്ടുള്ള ജീവിതം നയിക്കാനാണ് പറയുന്നത്. എന്നാൽ മാത്രമാണ് അത് ഒറ്റയടിക്ക് ഒരു പുഷ്പം വെച്ച് ഒരു ആരാധന ചെയ്തുകൊണ്ട് മാത്രമല്ല, നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഭഗവാനുമായിട്ടുള്ള അതാണ് ഇവിടെ പറയുന്നത് ശുദ്ധ ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തിയുടെ സേവനത്തിലേക്ക് എല്ലാവരും വരണം. അതാണ് അങ്ങനെ ചെയ്താലാണ് നമുക്ക് എന്ത്
എന്താ പറയുക, ഈ കണ്ടീഷനിൽ നിന്ന് നമ്മള് അൺകണ്ടീഷണൽ ഫോമിലേക്ക് മാറുക. ഇപ്പൊ കണ്ടീഷണൽ വെച്ചിട്ടാണ് നമ്മള് ഭഗവാനെ സമീപിക്കുന്നത് അല്ലേ. ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിനെത്തുന്ന ഈ 4 വിധ ഭക്തരും ഒരു ശുദ്ധ ഭക്തന്റെ സത്സംഗം ഉണ്ടായ പരിശുദ്ധി നേടി പരമ ഭക്തരാകും. ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിനെത്തുന്ന ഈ 4 വിധ ഭക്തരും ശുദ്ധ ഭക്തന്റെ സത്സംഗം ഉണ്ടായാൽ പരിശുദ്ധി നേടി പരമ ഭക്തരാകും. അതാണ് പറയുന്നത്. ഒരു സുഹൃതം കൊണ്ട് എത്തിക്കഴിഞ്ഞു നമ്മൾ. ഇനി ഇവിടെ എന്ത് വേണം? ഇനി അവിടെ ഭക്തിയുടെ സേവനങ്ങൾ ചെയ്തിട്ട് നമുക്ക് പരിശുദ്ധി നേടിയിട്ട് പരമഭക്തരാകാൻ കഴിയുള്ളൂ. പരിശുദ്ധി നേടണം അവിടെ അല്ലേ. ശുദ്ധരാകാണ്ട് നമ്മൾ സുഹൃത്തികളായി ആണെന്നിപ്പോ മനസ്സിലായി. പിന്നെന്താണ് ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ശുദ്ധരാകണം. മനസ്സ്, ശരീരം, ബുദ്ധിയൊക്കെ ശുദ്ധമാക്കിയാൽ മാത്രമാണ് ഭഗവാന്റെ ഭക്തിയുടെ സേവനം. എങ്ങനെ? ഇവിടെ ചെയ്തിട്ട് ഇവിടെ ചെയ്യുന്ന അതേ നില തന്നെയാണ് ഭഗവാന്റെ ലോകത്തിലേക്കും പോയാൽ ചെയ്യേണ്ടത്. അവിടെ അതാണ് നമ്മുടെ സ്വരൂപാവസ്ഥ. ആ സ്വരൂപാവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്താണ് നമ്മുടെ സ്വരൂപം? കൃഷ്ണദാസം. അതാണ് പറയുന്നത്. ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ ആ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയവും എല്ലാം നമ്മൾ എത്രത്തോളം ചെലവഴിക്കണം അത്രത്തോളം പരിശുദ്ധരാകുന്നു. ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തില്ലെങ്കിൽ ഭഗവാന്റെ ആ അൺകണ്ടീഷണൽ ലവിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പൊ നമ്മള് സുഹൃത്തികൾ മാത്രമായിട്ടുള്ളൂ. ഇനി എന്താണ്? ഭക്തരാവണമെങ്കിൽ എന്ത് വേണം? ശുദ്ധീകരണ പ്രക്രിയ. അതിനൊക്കെയാണ് നമുക്ക് മനസ്സ് ശുദ്ധമാക്കാൻ എന്ത് വേണം? നാമജപം അല്ലേ. ബുദ്ധി നമുക്ക് ശുദ്ധമാക്കാൻ ഇതേപോലെ ഭഗവത്ഗീത, ഭാഗവതമൊക്കെ പഠനം അല്ലേ. പാരായണം പഠിക്കുക. ഇതൊക്കെ ബുദ്ധി ശുദ്ധമാക്കാൻ, ശരീരം ശുദ്ധമാക്കാൻ നമുക്ക് ഭഗവാന്റെ പ്രസാദം കഴിക്കുക. അതുപോലെ തിലകം ചാർത്തുക അല്ലേ. ഗംഗാജലം പാചകം ചെയ്യാനുള്ള ലാഭമുണ്ട് നമുക്ക്. ഒക്കെ എല്ലാവരും എന്ത് വേണം? ഈ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്തിട്ട് ശുദ്ധമായ ആയല്ലാണ്ട് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോഴാണ് ഈ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നിരന്തരം ചെയ്താലാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു ഭൗതിക ആഗ്രഹങ്ങളും ഇല്ല, ഒരു ദുഃഖങ്ങളും നമ്മളെ അലട്ടാണ്ട് ഒന്നുമില്ല. ഇവിടുത്തെ ഒന്നും ഒരു പ്രശ്നമേ അല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയാലാണ് എന്ത്? അത് ആഗമമായി അനിത്യം. ഇതൊന്നും വരും പോവും ഒക്കെ അനിത്യമാണ്. ഇത് മനസ്സിലാവുമ്പോഴാണ് എവിടേക്ക് എത്താൻ പറ്റുക? ഭക്തനാവാന്ന് പറയാൻ പറ്റുള്ളൂ. അവരെയൊന്നും ഭക്തൻ അന്യാഭിലാഷിത ഒരു ആഗ്രഹവും ആ ശോചിതില്ല, ആകാംക്ഷതി, വിഷമില്ല, സങ്കടമില്ല. എല്ലായ്പ്പോഴും കാമ്യകർമ്മങ്ങളിൽ തിരക്കേറിയവർ ഭൗതിക ക്ലേശങ്ങളോടെ ഭഗവത് സന്നിധി പോകുമ്പോൾ വിശുദ്ധരായ മറ്റു ഭക്തരുമായി അവർക്ക് സഹവസിക്കാൻ അവസരം കിട്ടുകയും തന്മൂലം അവർ ശുദ്ധ ഭക്തരായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്ക് ശുദ്ധ ഒരു ഭക്തന്റെ സഹായമില്ലാണ്ട്, ഒരു ഗുരുവിന്റെ സഹായമില്ലാണ്ട് തന്നെ ഭക്തി ചെയ്യാന്ന് വെച്ചാല്, തന്നെ വീട്ടിലിരുന്ന് ഭക്തി ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല. എന്തു വേണം? സഹായം വേണം. പ്രത്യേകിച്ച് കലിയുഗത്തിലെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മള് ഭക്തസംഘത്തില് നിരന്തരം ഭക്തസംഘത്തിൽ ഇരുന്നിട്ട് വേണം ഭക്തി ചെയ്യാൻ. ഒറ്റയ്ക്ക് ഭക്തി ചെയ്ത് മുന്നേറാന്ന് പറഞ്ഞിട്ട് അതിലെ മുന്നേറാൻ കഴിയാത്ത ആരാണ് ഉണ്ടായിരുന്നത്? ഭരത മഹാരാജാവ് അല്ലെ. ഭരത മഹാരാജാവ് ഒറ്റയ്ക്ക് എല്ലാം ഉപേക്ഷിച്ചു. എന്നിട്ട് എന്താണ്? കാട്ടില് പോയി ഒറ്റയ്ക്ക് ഭക്തി ചെയ്യാന്ന് വെച്ചതാണ്. അവിടെ ഒരു ഗുരുവിനെ പറ്റിയിട്ട് പറയണല്ലേ. അപ്പോഴാണ് വീഴ്ച സംഭവിക്കുക. അപ്പൊ ആ ഗുരു ഇല്ലാണ്ടായപ്പോഴാണ് വീണ്ടും എന്താണ് സംഭവിച്ചത്? അത്രയും ഭാവഭക്തിയിലേക്ക് എത്തിയിട്ടുള്ള ഭരത മഹാരാജാവിന് വീണ്ടും പതനം വരുന്നു. അപ്പൊ അതാണ് എപ്പോഴും നമ്മള് ഭക്തസംഘത്തിലിരുന്ന് മാത്രമാണ് ആ ഭക്തിയുത സേവനങ്ങൾ ചെയ്തിട്ട് ഈ പരിശുദ്ധമായ ഭക്തരായിട്ട് മാറാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പൊ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ശുദ്ധീകരണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മനുഷ്യ ശരീരം തന്നിട്ടുള്ളത്. ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇങ്ങനെ നാമം ജപിക്കാനും ഭഗവാനെ കുറിച്ച് കേൾക്കാനും അല്ലേ. മറ്റു ശരീരത്തിൽ ഇരുന്നാ പറ്റുമോ? ചിന്തിക്കൂ.
മറ്റേതെങ്കിലും ശരീരത്തിലേക്ക് നമ്മൾക്ക് എന്തായാലും ഭഗവാൻ പറയണമെന്നല്ലോ അതൊക്കെ അടുത്ത ജന്മങ്ങൾ എന്തായാലും പുനരാവർത്തിന അർജുന എന്ന് പറയുന്നില്ലേ, ആ ബ്രഹ്മ ഭൂനാലോക പുനരാവർത്തിന അർജുന. എല്ലാവർക്കും പുനർജന്മങ്ങളുണ്ട്. നമ്മുടെ കർമ്മത്തിനനുസരിച്ച് ഗുണങ്ങൾക്കനുസരിച്ച് എന്തായാലും നമുക്ക് ജന്മങ്ങൾ കിട്ടും. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്, ആ ഭക്ത സംഘത്തില് ഒരു ഭക്തന്റെ സഹായം ഇല്ലാണ്ട് നമുക്ക് ഈ ശുദ്ധ ഭക്തരായി മാറുക എന്നുള്ള തലത്തിലേക്ക് തന്നെ ഉയരാൻ പറ്റില്ല. അപ്പൊ അത് പറഞ്ഞു. അപ്രകാരം അവര് ഭഗവത് തത്വം ഗ്രഹിക്കാനുള്ള ജിജ്ഞാസ ഉദിക്കുന്നു. അതേപോലെ എല്ലാ ജ്ഞാനമണ്ഡലങ്ങളിലും പരാജയം സംഭവിക്കുമ്പോൾ ശുഷ്ക ദാർശനികർ ഭഗവത് ജ്ഞാനത്തിന് വേണ്ടി ഉത്കണ്ഠാകുലരായി ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇവിടെ ജിജ്ഞാസുകള് അതേപോലെ ജ്ഞാനികളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അവരും എന്താണ്, വീണ്ടും ഇവരൊക്കെ ഈ 4 കൂട്ടരും സുഹൃത്തുക്കളായിട്ട് പിന്നീട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണ് ഭക്തരായിട്ട് മാറുന്നത് എന്നാണ് പറഞ്ഞത്. ഭഗവാന്റെയോ മഹാഭാഗവതന്മാരുടെയോ കാരുണ്യത്താൽ അവ്യക്തഗത ബ്രഹ്മജ്ഞാനത്തെയും സ്ഥാനീയ പരമാത്മജ്ഞാനത്തെയും അതിക്രമിച്ച് വ്യക്തിഗതനായ ഭഗവാനെ കുറിച്ച് അറിയുന്നു. അപ്പൊ ജ്ഞാനികളുടെ അറിവെന്ന് പറഞ്ഞാല്, ജ്ഞാനികൾ ആദ്യം എന്താണ്, അവരും പൂർണ്ണരാവുന്നത് എപ്പോഴാണ്? ആദ്യം അവര് ഏത് ജ്ഞാനാണ്? ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന് അവര് പറയുന്നു, അറിയുന്നു അല്ലെ ഒരു ജ്ഞാനി. അത് കഴിഞ്ഞിട്ട് അവര് പിന്നത്തെ തലത്തിലുള്ളവരുണ്ട്, എന്താണ്, പരമാത്മ രൂപത്തിലെ ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്, എല്ലാവരെയും നിയന്ത്രിക്കുന്നതും പരമാത്മാവാണെന്നുള്ള അറിയുന്ന തലത്തിലുള്ള ജ്ഞാനികളുണ്ട്. പിന്നെ ഭഗവാനെ അറിയുക അല്ലെ, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇത് ശബ്ദത. അങ്ങനെ 3 തലത്തിൽ അങ്ങനെ പൂർണ്ണരാകുമ്പോഴാണ് ആ വ്യക്തിഗതനായ ഭഗവാനെ കുറിച്ചിട്ട് അറിയണം. അപ്പോഴാണ് എന്താണ്, ചുരുക്കി പറഞ്ഞ ദുഃഖിതരും ജിജ്ഞാസുകളും ധനകാംക്ഷികളും ജ്ഞാന അന്വേഷികളും എല്ലാം ഭൗതികാഗ്രഹങ്ങളിൽ നിന്ന് വിമുക്തരായി പ്രാപഞ്ചികങ്ങളായ നേട്ടങ്ങൾ ആധ്യാത്മിക ഉന്നതിയുമായി ഒരു തരത്തിലും ബന്ധപ്പെട്ടവയല്ലെന്ന സത്യം മനസ്സിലാക്കുമ്പോൾ ശുദ്ധ ഭക്തരായി മാറുകയും ചെയ്യുന്നു. അപ്പൊ പൂർണ്ണമായ ജ്ഞാനം ജിജ്ഞാസുകൾ എന്താണ് ചെയ്യുന്നത്? പരമസത്യത്തെ കുറിച്ചിട്ട് അവർ അന്വേഷിക്കുന്നത്. എന്താണ് ഇങ്ങനെയൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കാൻ കാരണം എന്നുള്ള ഒരു അന്വേഷണങ്ങളൊക്കെ തുടങ്ങുന്നവരാണ് ജിജ്ഞാസുകൾ. അവരും ജ്ഞാനികളും ഒക്കെ സുഹൃത്തുക്കൾ തന്നെയാണെന്നാണ് പറയുന്നത്. അതിലെ ഏറ്റവും ഈ 4 ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ജ്ഞാനികളാണ്. ഭഗവാൻ പറയുന്നത് ദുഃഖിതരെ ധനകാംക്ഷിയായിട്ട് ആരാണ് ഭഗവാനെ സമീപിച്ചത്? ആർക്ക് പറയാം? ധനം വേണം എന്ന് പറഞ്ഞിട്ട് ആരാണ്? ധ്രുവ മഹാരാജ് അല്ലേ? 5 വയസ്സായിട്ടുള്ള ധ്രുവ മഹാരാജ് അല്ലേ? അച്ഛനേക്കാളും വലിയ പദവിയിലിരിക്കണം എന്നായിരുന്നു ആഗ്രഹം. അമ്മയുടെ അടുത്ത് പോയപ്പോ വിഷ്ണു ആരാധനയിലേക്ക് പോയാൽ മാത്രം, വിഷ്ണുവിന് മാത്രം അത് സാധിപ്പിച്ചു തരാൻ പറ്റുള്ളൂ. അച്ഛനേക്കാളും മുതുകുത്തച്ഛനേക്കാളും ഒക്കെ വലിയ സ്ഥാനത്ത് എനിക്ക് എത്തണം എന്നുള്ള ഒറ്റ കാര്യം. അപ്പൊ ഏത് തരത്തിലായാലും ഭഗവാനെ സമീപിച്ചാലും ഭഗവാൻ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? ധ്രുവ മഹാരാജിനോട് അല്ലെ, അങ്ങനെയുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ധ്രുവ മഹാരാജാവ് ഭഗവാനെ ഒറ്റ ആഗ്രഹം, അല്ലാണ്ട് ഭക്തനായിട്ടല്ല ആദ്യം പോയത്, ധനം ആഗ്രഹിച്ചിട്ട്. എന്നിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ഭഗവാൻ വന്നിട്ട് ആ ശംഖൊക്കെ തട്ടിയത് കൂടിയിട്ട് ഭഗവതേ പുരുഷായ തുഭ്യം അങ്ങനെയൊക്കെ പറയുന്നത് എപ്പോഴാണ്? ആദ്യമേ ഭക്തനായിട്ടല്ല ധ്രുവമരാജ് പോയത്, ധനം ആഗ്രഹിച്ചിട്ടാണ്. അപ്പൊ ഏത് തരത്തിലായാലും ഇങ്ങനെ ഭഗവാനെ സമീപിക്കണമെങ്കിൽ അവര് സുഹൃത്തുക്കളാവണം. ഇതേ ആൾക്കാർ ദുഷ്കൃതികളായിട്ടുള്ളവരൊന്നും ഉണ്ട്. അതാണ് ഭഗവാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. എങ്ങനെയാലും ഭഗവാനെ സമീപിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ഭക്തരായിട്ട് മാറുന്നത്. ആ ഭക്തരാവണമെങ്കിൽ ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യണം. അപ്പൊ ഏത് തരത്തിലായാലും ആരുടെ ആരാധനയിലേക്ക്, ആരെ ഭജിക്കാൻ നമ്മൾ പോണം? കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണു ആരാധനയിലേക്ക് പോയേ പറ്റൂ.
സത്യം മനസ്സിലാക്കുമ്പോൾ ശുദ്ധ ഭക്തനായി മാറുകയും ആ വിശുദ്ധാവസ്ഥയിൽ എത്തുന്നത് വരെ അതീന്ദ്രിയമായ ഭഗവത് സേവനം അനുഷ്ഠിക്കുന്നവർ കാമ്യകർമ്മങ്ങളുടെയും ഭൗതിക ജ്ഞാന കാംക്ഷകളുടെയും ദൂഷിത വലയത്തിൽപ്പെട്ടിരിക്കുകയേയുള്ളൂ. അപ്പോൾ ഈ വിശുദ്ധാവസ്ഥയിൽ എത്തുന്നത് വരെ അതീന്ദ്രിയമായ ഭഗവത് സേവനം അനുഷ്ഠിക്കുന്നവർ കാമ്യകർമ്മങ്ങളുടെയോ ഭൗതിക ജ്ഞാന കാംക്ഷകളുടെയോ ദൂഷിത വലയത്തിൽപ്പെട്ടിരിക്കുകയുള്ളൂ. അപ്പൊ ഇത് ഈ വിശുദ്ധാവസ്ഥയിൽ എത്തുന്നത് വരെ എല്ലാവർക്കും ഭൗതിക ആഗ്രഹങ്ങളുണ്ട്. ഒരുപാട് നടക്കാത്ത ആഗ്രഹങ്ങളും ദുഃഖങ്ങളും എല്ലാം സഫലമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാനെ സമീപിക്കുന്നത്. പക്ഷെ അവരൊക്കെ ഭഗവാൻ പിന്നീട് ഭക്തരാക്കി മാറ്റും. അപ്പൊ അതിനാണ് ഇവിടെ പറയുന്നത്, ഇവയെ അതിക്രമിച്ച് വേണം ഒരാൾക്ക് വിശുദ്ധ ഭക്തിപരമായ സേവനത്തിൽ ഏർപ്പെടാം. ഇവയൊക്കെ അതിക്രമിച്ച് വേണം. നമ്മളെ എന്തൊക്കെയാണ് ഇവിടെ ആക്രമിച്ചിട്ട് ഇതിന് വലയിലാക്കപ്പെടുന്നത്? ജ്ഞാന കർമാദി അനാവൃതം. എല്ലാ തരത്തിലും നമ്മൾ ഇവിടെ അനാവൃതമായിട്ടിരിക്കും അല്ലെ, കുടുങ്ങിക്കൊണ്ടിരിക്കും. അതാണ് പറയുന്നത്, ഭക്ത സംഘത്തിൽ ഇരുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും അകപ്പെടും. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പറയൂ. ഭക്തസംഘത്തിലിരിക്കണം. സത്സംഗത്തിൽ ഇരുന്നിട്ട് വേണം. അപ്പൊ വന്നത് നമ്മൾ ഭാഗ്യവന്മാരല്ലേ ഭഗവാന്റെ ദുഷ്കൃതികളല്ലേ. എത്ര പറഞ്ഞ അവർക്ക് തീരെ ഭഗവാന്റെ ഈ ഭഗവത്ഗീത കേൾക്കാനേ താല്പര്യം ഉണ്ടാവില്ല. അതൊന്നും അവർ അംഗീകരിക്കുകയല്ല ദുഷ്കൃതികള്. നമുക്ക് അറ്റ്ലീസ്റ്റ് പൂർണ്ണ ജ്ഞാനവുമില്ല, പൂർണ്ണ ഭക്തിയില്ലെങ്കിലും അതിലേക്കൊന്നും വന്നല്ലോ അല്ലെ. വരാനുള്ള ഒരു അവസരം നമ്മൾ എവിടെയോ എന്തോ ഭക്തിമുഖ സുഹൃത്തം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആരോ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്രയും ഇതേപോലെ ദാമോദര ആരതി ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും കാരണം നമ്മൾ അറിയാണ്ട് ആ വൈഷ്ണവര് കൃപ കൊടുത്താല് ഭഗവാന്റെ ലിസ്റ്റിൽ എന്താണ് ആ സുഹൃത്തികളാണ് എന്റെ അടുത്തേക്ക് വന്നല്ലോ എന്ന് പറയുന്നത്. മറ്റുള്ളവര് അതാണ് എത്രയോ പേരാണ് പുറത്ത് നിൽക്കുന്നത് നോക്കൂ. അവർക്കൊരൊട്ടും താല്പര്യമില്ല അല്ലെ. ഭഗവാൻ അതൊക്കെ അറിയാം, ആരൊക്കെ വരും ആരൊക്കെ വരില്ല എന്നുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും ഭക്തിയുടെ സേവനങ്ങളിൽ ഏർപ്പെട്ടിട്ട് ശുദ്ധരായി കഴിഞ്ഞാൽ മാത്രം, ഏർപ്പെട്ടതുകൊണ്ട് മാത്രം ഭക്തരാവില്ല. ഞാൻ എപ്പോഴും ഓർക്കാൻ, ഞാൻ ശോചരി, ഞാൻ കാംക്ഷയ്ക്ക് ഏറ്റവും ടോപ്പ് ലെവലിലെത്തണം. ബാവയിലെത്തില്ല. ഭരത മഹാരാജ് വരെ വീഴ്ച വന്നു. അവിടെ സത്സംഗം ഉണ്ടായിരുന്നില്ല, ഒരു ഗുരു ഉണ്ടായിരുന്നില്ല ഭരത മഹാരാജ്. ഗുരുവും സത്സംഗവും ഇല്ലെങ്കിൽ അവിടെ എന്താണ് നമ്മളെ ഗൈഡ് ചെയ്യാന്, നമ്മളെ എപ്പോഴും ഒരാളുടെ കീഴിൽ എപ്പോഴും നിൽക്കണം. അത് കീഴിൽ എന്ന് പറഞ്ഞാല് ഭഗവാന്റെ കാര്യങ്ങള് നമ്മളെപ്പോഴും ആ ഭഗവാന്റെ കാര്യങ്ങൾ കേട്ട് എന്താണ് വേണ്ടത് എപ്പോഴും നമ്മൾ ഗൈഡിങ്ങിനും എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും വീഴ്ച വരുന്നുണ്ടെന്ന് പറയാനും അല്ലെ, അതിന് പറ്റിയൊക്കെ ഒരു ഗൈഡൻസോട് കൂടി നമ്മൾ പോകണം. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇന്ന പ്രശ്നങ്ങളില്, അതാണ് നമുക്ക് ഭരത മഹാരാജിന്റെ അധികം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കണേ. ഇതാണ് ഇവിടെ പറയുന്നത് 4 വിധം സുഹൃതികൾ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഏതെങ്കിലും തരത്തില് ആയാലും ദുഃഖിതരായിട്ട് പലതരത്തിലുള്ള ധനം മോഹിച്ചിട്ട് ധ്രുവമഹാരാജിന്റെ ഒക്കെ ധനം മോഹിച്ചിട്ടുള്ള തരത്തിലുള്ള ഉദാഹരണമാണ്. പിന്നെ ജിജ്ഞാസുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ശനകാദികള്. ശനകാദികളൊക്കെ പിന്നീട് ഭക്തരായതാണ്. പിന്നീട് ഭക്തരായിട്ട് മാറിയിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെ അതിന്റെ ഫലശ്രുതി എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന പറയാം. എല്ലാവരും എന്തായിട്ടും ഇപ്പൊ എല്ലാവരും സുഹൃത്തികളാണ് ഇവിടെ വന്നിട്ടുള്ളവർ അല്ലേ? അതുറപ്പ് അല്ലേ? ഉറപ്പല്ലേ? ഏതെങ്കിലും തരത്തിലായാലും ഭഗവാൻ പറയണം ഭഗവത്ഗീതയൊക്കെ കേൾക്കാൻ വന്നല്ലോ അല്ലെ. നാമം ജപത്തിനൊക്കെ താല്പര്യമുണ്ട്. ഭഗവാന്റെ പ്രസാദം കഴിക്കും. ബാക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിക്കൂലേ. നമ്മളെ പലതരത്തിൽ നിന്ന് പിന്തിരിക്കാനല്ലാണ്ട് അവർ നോക്കുകയില്ല. അപ്പൊ ഭഗവാന്റെ ലിസ്റ്റിൽ നമ്മൾ സുഹൃത്തുക്കളാണ്. ഇനി എന്താണ് വേണ്ടത്? ശുദ്ധരാകണം. ആ പരിശുദ്ധ ഭക്തിയിലേക്ക്, ആ ശുദ്ധ ഭക്തരായിട്ടില്ല അപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശുദ്ധ ഭക്തിയിലേക്ക് നമ്മളെ എത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ശുദ്ധീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അതാണ് സാധനാ ഭക്തരാണ് നമ്മൾ. അത് ഇങ്ങനെ നിരന്തരം ചെയ്തിട്ട് നമ്മളുടെ ഉള്ളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാ മനോമാലിന്യങ്ങളും കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യങ്ങളും കംപ്ലീറ്റ് പോയി
ഒരു ലഡു വന്നാലും ഇത് ഭഗവാന്റെ പ്രസാദമല്ലേ എനിക്ക് വേണ്ട. അപ്പൊ അങ്ങനെ ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം, ഭഗവാന്റെ ആഗ്രഹങ്ങൾ, ഭഗവാന്റെ ഉച്ഛിഷ്ടം നമ്മൾ കഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ മായബന്ധനങ്ങളിൽ നിന്നും മോചിതരാകും. ഗുരുവായൂര് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ, കണ്ടിട്ടില്ല എല്ലാവരും? ആ ചക്കര എഴുതിനൊക്കെ തൊട്ട് മുന്നേ 2 ശ്ലോകങ്ങൾ ഭാഗവതത്തിലത്തെ എഴുതി വെച്ചിട്ടുണ്ട്. നാമജപവും ഭഗവാന്റെ ഉച്ഛിഷ്ടവും മാത്രം മതി ഇവിടുന്ന് ശുദ്ധീകരിച്ചിട്ട് ഭഗവാന്റെ ലോകത്തിലേക്ക് പോവാം അല്ലേ? ഭഗവാന്റെ ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാലേ ഭഗവാന്റെ ആ ദേഹത്തണിഞ്ഞ ഒരു പട്ടിന്റെ ഒരു ചെറിയത്, ഒരു പുഷ്പത്തിന്റെ പാദത്തിന് സമർപ്പിച്ച ഒരു പുഷ്പം, ഭഗവാന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രസാദം, പായസായാലും ഗുരുവായൂർ പോയാൽ നമുക്ക് പായസം കിട്ടുന്നുണ്ട്, പഴം കിട്ടുന്നുണ്ട്, ഉള്ളിത്തല എല്ലാ വിധവും കിട്ടുന്നുണ്ട്, ചന്ദനം എല്ലാം അതും കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് ഉച്ഛിഷ്ടം. എല്ലാതും ആ ഉച്ഛിഷ്ടങ്ങളെ നമ്മളൊന്ന് സ്പർശിക്കുക, മണക്കുക, എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മള് അത് അണിയുമ്പോ, ഗോപി ചന്ദനമായാലും എല്ലാതും നമ്മൾ അണിയുമ്പോ എന്താണ് സംഭവിക്കുന്നത്? ശുദ്ധീകരണം. ശരീരവും മനസ്സും എല്ലാം ശുദ്ധീകരണം, നാവും എല്ലാ ഇന്ദ്രിയങ്ങളും നമുക്ക് നിയന്ത്രണ വിധേയരാകും നമ്മളുടെ. അങ്ങനെ ശുദ്ധീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് ഈ ശുദ്ധ ഭക്തരാവാൻ നമുക്കും സാധിക്കും. എനിക്ക് പറ്റിയില്ലെങ്കിലും നിരന്തരമായ അഭ്യാസം കൊണ്ട്. അതാണ് ഇതിന്റെ നമ്മുടെ ജീവിതത്തിന്റെ സനാതനമായ ധർമ്മം എന്ന് പറയുന്നത്. അത് നമ്മൾ അറിയാണ്ട് മറന്നു പോകുന്ന ഒരു കാര്യങ്ങളാണ് ഇതിലൊക്കെ ഏർപ്പെടുക എന്ന് പറയുന്നത്. നമുക്ക് വാക്കുകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങളാണ് ഇതിനെ കുറച്ചു നേരമൊക്കെ പറഞ്ഞിരുന്നത്. ഇത് കേൾക്കണത്, ഇതിലൊക്കെ നമ്മൾ ചെയ്യണതൊക്കെ എന്ന് പറയുന്നത് ശുദ്ധീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ദാമോദര മാസമാണ്. എല്ലാവർക്കും അതിന്റെ മഹത്വങ്ങൾ എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും മതിയാവാത്തതാണ് അല്ലേ? ആർക്കെങ്കിലും മതിയായിട്ടിരിക്കുന്നവരുണ്ടാ? ദാമോദര ഭഗവാന്റെ എല്ലാ ലീലയും അറിയാം, എല്ലാ മഹത്വം അറിയാം. ഇതിപ്പോ എന്താ പറയാനുള്ളത്? അതൊക്കെ കേട്ട് മതിയായിട്ടിരിക്കുന്നുണ്ട് അല്ലെ? മതിയായിട്ട് ആർക്കെങ്കിലും മതിയായിട്ടുണ്ടാ? നമ്മള് ദാമോദര ഭഗവാന് ഒരു ആരതി, വീട്ടില് ആരെങ്കിലും ദാമോദര ഭഗവാന് ഒരു ആരതി സമർപ്പിച്ചാൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എത്രയോ യുഗങ്ങളായിട്ട് ആ വ്രജഭൂമിയില് അവിടെ ആ യമളാർജുന വൃക്ഷങ്ങള് എത്രയോ കാലങ്ങളായിട്ട് അവിടെ കാത്തു നിൽക്കുന്നു ഭഗവാന്റെ അവതാരം എന്ന് വരും വെച്ചിട്ട്. മനസ്സിലായോ? എന്നാണ് ഭഗവാൻ അവതരിക്കുക, എന്നാണ് ആ ലീലകള്. അപ്പൊ എത്രയോ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ കുബേരന്റെ മക്കളാണ് അല്ലെ അവിടെ വൃക്ഷങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അതേപോലെ നമുക്ക് മോശം കിട്ടാത്ത നമ്മൾ ഒരുപാട് പിതൃക്കൾക്കൊക്കെ എന്താണ് കൊടുക്കുന്നത്? നമ്മള് മോശം കൊടുക്കുന്നത്. നമ്മള് ദാമോദരാരതി വീട്ടിൽ ആരാണോ ചെയ്യുന്നത് അതേപോലെ എത്രയോ യുഗങ്ങളായിട്ട് ആ കുബേരന്റെ മക്കളായിട്ട് വന്നിട്ടുള്ള ആ വൃക്ഷങ്ങൾക്ക് മോചനം കൊടുക്കുന്ന ആ ദാമോദര ലീല കണ്ടിട്ട്, ആ ഒരലിന് കെട്ടിയിട്ടുള്ള ആ ലീല കണ്ടതിന് ശേഷമാണ് അവർക്ക് എന്താണ് അത്രയും നാള് നിരന്തരമായിട്ട് എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്? ഭഗവത് സ്മരണയിലാണ് അവർ കഴിഞ്ഞിരുന്നത് അല്ലെ? നിരന്തരമായും എന്ന് കൃഷ്ണൻ വരും എന്ന ആ ലീലകൾ കണ്ടിട്ടും അങ്ങനെ ഭഗവാനെ നിരന്തരം സ്മരിച്ചിട്ട് ശുദ്ധരായി അവര്. ശുദ്ധരായി കഴിഞ്ഞപ്പോ എന്താണ്? അപ്പോഴാണ് ഭഗവാൻ അവരെ സ്പർശിക്കാൻ വരുള്ളൂ. നമുക്ക് ശുദ്ധരാവാണ്ട് തന്നെ പലരും ആ ഭഗവാനെ കണ്ടു കേട്ടു എന്നൊക്കെ പറയണ്ടല്ലോ. അത് അവരൊന്നും അങ്ങനെ കണ്ടു എന്നുണ്ടെങ്കിൽ പറയേ പോലും ചെയ്യില്ല, പറയണ്ട. അത് ഭഗവാനും അങ്ങനെ ഭഗവാൻ പ്രത്യേക അനുഭവങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഭഗവാനും ഭക്തരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. ഒരു കാമുകി കാമുകനും അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് സ്പെഷ്യലായിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കേണ്ട ആരെയും ഇങ്ങനെ പറയോ? അതേപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും കൂടി പറയാൻ നടക്കണ്ട. ലെവലുകളൊക്കെ കുറെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ഭക്തിയുടെ. അപ്പൊ പറഞ്ഞില്ലേ, ഞാൻ ശോചം ഒരു ആഗ്രഹവും ഇല്ലാത്ത തലത്തിലേക്ക് എത്തണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ അത്രയും പരിശുദ്ധരായി അവര്, ആ വൃക്ഷങ്ങള് അത്രയും ശുദ്ധരായി. എത്രയോ യുഗങ്ങളായിട്ട് സത്യയുഗത്തിൽ നടന്നിട്ടുള്ളത് ഇപ്പൊ ലോകയുഗമായി. അതുവരെ അവര് ഭഗവാനെ നിരന്തരം സ്മരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് അവിടെ ശുദ്ധരായത്. ആ ശുദ്ധരായതിനു ശേഷമാണ് അവിടെ ഈശ്വര ഭഗവാന്റെ ആ സ്പർശനം കിട്ടുന്നത്. മനസ്സിലായോ?
അതിനുശേഷമാണ് അവിടെ മോചനം കൊടുക്കുന്നത്. അതേപോലെ ഈ ഒരു നമ്മുടെ ദാമോദര ഭഗവാന്റെ ആരതി, അതിന്റെ ദാമോദര അഷ്ടകത്തൊക്കെ എന്താണ് നമുക്ക് പത്മപുരാണത്തില് സ്കന്ദപുരാണത്തിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദാമോദര ഭഗവാന്റെ ലീലകളും ഇതിന്റെ മഹത്വവും ഒക്കെ. അപ്പൊ അതാണ് അത്രയും മാത്രമായിട്ടുള്ള ഈ ഒരു മാസത്തിന് വേണ്ടുന്ന രീതിയിൽ ആരാണോ അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് അവർക്ക് വേണ്ടുന്ന റിസൾട്ട് കിട്ടും. പിന്നെ എന്താണ് റിസൾട്ട് എപ്പോഴും ചിന്തിക്കുക, കണ്ടീഷണൽ ആയിട്ടാണോ നമ്മൾ ആരോഗ്യവിടെയെങ്കിലും ചിന്തിക്കുക, കണ്ടീഷൻ വെച്ചിട്ടാണോ എന്നുള്ളത് കൂടി ചിന്തിക്കുക. അതിനാ ദാമോദരാഷ്ടകത്തിന്റെ വിവർത്തനം ശരിക്കും വായിച്ചാൽ എന്താണ്, ആ ബാലഗോപാല രൂപം എനിക്ക് എന്നും എന്റെ ഹൃദയത്തിൽ കഴിയണേ. എന്തിനാണ് ഭഗവാനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിനപ്പുറം? അതാണ് ധ്രുവ മഹാരാജാവ് ഭഗവാനെ കണ്ടതോടുകൂടിയേ താൻ ഇത്രയും നാളായിട്ട് സ്വപ്നം കണ്ടിരുന്ന ആ വലിയ ഒരു ഇതൊക്കെ വെറും കുപ്പിച്ചില്ല് കണക്കെ മാറി എന്നാണ് പറയുന്നത്. വെറും കുപ്പിച്ചില്ലിനോട് തുല്യായി ആ മോളിൽ ചേർന്നത്. അത്രയും കാലം ആഗ്രഹിച്ച് തീവ്രമായി ഭക്തി 6 മാസം കൊണ്ടാണ് അത്രയും വായു പോലും എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള അത്രയും ഗംഭീര തപസ്സാണ് ചെയ്തത്. എന്റെ അച്ഛനേക്കാളും മുതലുത്തച്ഛനെ ബ്രഹ്മാവിനേക്കാളും ഉയർന്ന ലോകം വേണം. പക്ഷെ ഭഗവാൻ കണ്ടതോടുകൂടി എന്താണ്, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അല്ലെ, എനിക്ക് ഒന്നും വേണ്ട, ഞാൻ ആഗ്രഹിച്ചത് വെറും കുപ്പിച്ചില്ലാണ് ഭഗവാൻ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ എന്താണ് വിടില്ല. ഭഗവാൻ എന്താണ് ഭാവഗ്രാഹി ജനാർദ്ദന എല്ലാം ഉള്ളിലിരുന്നിട്ട് കണ്ടു. ഭഗവാൻ എന്ത് 35,000 വർഷത്തോളം വൈകുണ്ഠത്തിന് തുല്യമായിട്ടുള്ള ധ്രുവലോകവും കൊടുത്തു. അപ്പൊ അതാണ് പറയുന്നത്, ഭഗവാനെ സമീപിച്ച അത് സമീപിച്ചത് എങ്ങനെയാണ്? ആഗ്രഹം വെച്ചിട്ടാണ് അല്ലേ? അവിടെ ആഗ്രഹം വന്നിട്ടാണ് സമീപിച്ചത്. അപ്പൊ അതൊക്കെ നമ്മൾ എപ്പോഴും ഓരോ ഭാഗവത ലീലകളൊക്കെ നമ്മൾ ശ്രമിക്കും തോറും നമ്മളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഏത് നിലയിലാണ് നിൽക്കണമെന്ന് മനസ്സിലാക്കാനുള്ളതൊക്കെ അതിൽ നിന്ന് ഉയരാനാണ്. അപ്പൊ അങ്ങനെ ശുദ്ധരായി മാറിയ ആ യമളാർജുന വൃക്ഷത്തിന്റെ അവ എപ്പോഴും ശ്രദ്ധിക്കുക, അത്രയും പരിശുദ്ധമായി കഴിഞ്ഞാൽ മാത്രമാണ് ഭഗവാന്റെ ആ സ്പർശനം ഉണ്ടാവുക. ആ കാഴ്ച, ആ ദൃശ്യം, ആ അനുഭവം ഉണ്ടാവണമെങ്കിൽ ഭഗവാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും വരില്ല. ഇതേപോലെ പൂർണ്ണ രൂപത്തോടു കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ. വെറുതെ ഒന്നും വന്നു പോയതല്ല, പൂർണ്ണ രൂപത്തോടു കൂടി തന്നെയാണ് ഭഗവാൻ ധ്രുവ മഹാരാജിന്റെ മുന്നിലും അതേപോലെ ഈ യമളാർജുന വൃക്ഷത്തിന്റെ മുന്നിലൊക്കെ വന്നിട്ട് ആ അനുഗ്രഹം കൊടുത്തു പോകുന്നത്. അപ്പോ ഈ ഒരു മാസം എല്ലാവരിലേക്കും ഇതിന്റെ മഹത്വം പറയുക. അതേപോലെ തന്നെ ഒരു ദീപം കത്തിച്ചാല് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രഭുവും പറഞ്ഞു, ഇവിടെ ചെയ്താല് 1000, പിന്നെന്താണ് അമ്പലങ്ങളിൽ ചെയ്ത 1,00,000, ഭഗവാന്റെ ധാമിൽ പോയിട്ട് ചെയ്ത 1 കോടി തുല്യാണെന്നാണ് പറയാറ്. അപ്പൊ അത്രയും പ്രാധാന്യമുണ്ട്. പിന്നെ അതിന്റെ ദാമോദര അഷ്ടകം കൂടി നമ്മള് ചെല്ലണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ചെല്ലണം. അവിടെയും ഇതാണ് പറയുന്നത്, ഒരു ഭക്തന്റെ പ്രാർത്ഥന എന്നുള്ള പോലെയാണ്, ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മള് സുഹൃത്തുക്കളായിട്ടുള്ളതെന്ന് നിൽക്കണം. നമ്മള് സുഹൃത്തുക്കളായിട്ടുള്ള ഭക്തന്റെ ലെവലിലുള്ള പ്രാർത്ഥനയാണ് ദാമോദര അഷ്ടകം. ഒന്നും വേണ്ട, ഭഗവാനെ ആ രൂപം മാത്രം മനസ്സിൽ മതി. അങ്ങനെയാണ് പൂന്താനവും പറഞ്ഞതല്ലേ. വേറെ ഉണ്ണികൾ എന്തിനാണ്, ഭഗവാൻ ഉണ്ണില് കളിക്കുമ്പോ എന്നുള്ള ആ ലെവലിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടോ? മനസ്സും ബുദ്ധിയും ശരീരത്തിനും ഫുൾ ഭഗവാൻ എന്നുള്ള ആ ഒരു തലത്തിലേക്ക് പറഞ്ഞ ശുദ്ധീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടേ പറ്റുള്ളൂ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞാൽ തീരില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു മാസമാണ്. ഒരുപാട് പേര് ഈ 12 മാസത്തിലും ഒന്നും ഇതേവരെ ഒരു ഭക്തിയുടെ സേവനവും ചെയ്യാത്തവർക്കും ഈ ഒരു ആരതി ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഒരു സുഹൃത്തം നമ്മൾ കൊടുക്കുക, ഒരു അജ്ഞാത സുഹൃത്തം പോലെ ഈ ഒരു ആരതി ഇങ്ങനെ ഫലം അവർക്ക് പിന്നീട് ഭഗവാന്റെ ഭജനയിലേക്ക്, ഭഗവാന്റെ ആരാധനയിലേക്കൊക്കെ വരാൻ സാധ്യമാകും. ഓക്കെ, ഹരേ കൃഷ്ണ. ഇനി എന്താ എന്തെങ്കിലും ഡൗട്ടിനായി ചോദിക്കണേ? എല്ലാവർക്കും ദാമോദരാരതി ചെയ്യാം. ദാമോദരാഷ്ടമി ചെയ്തിട്ട് ഹരേ കൃഷ്ണ. വൈഷ്ണവേഭ്യോ നമോ നമ. അനന്തകോടി വൈഷ്ണവ ജഗദ്ഗുരു ജഗത്